ഹായ് കൂട്ടുകാരെ, അപ്പം മിനിയൂട്ടിയിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് അണ്ടർ വാട്ടർ ടണലിൽ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പലതരം മീനുകളും എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ചേട്ടാ ഇങ്ങനെ കൈകൊണ്ട് ചെല്ലുമ്പോൾ അതിങ്ങനെ കൊത്താനായിട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഇവിടെ ഈ മീനുകൾ, പലതരം മീനുകളും ഇതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫോട്ടോയൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല, ക്ലിയർ കിട്ടത്തില്ല. ഇവിടെ നല്ല വെളിച്ചമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റും, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നല്ലപോലെ വെളിച്ചമുണ്ട്. ഇവിടെ നല്ല രസമാണ് കേട്ടോ കാണാൻ. നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇറങ്ങിപ്പോന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു. അതിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുമായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങി സച്ചൊക്കെ മൊമോസ് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല സൂപ്പറായിരുന്നു. പിന്നെ അവിടെ നിന്ന് പാനിപ്പൂരി കഴിച്ചു. പാനിപ്പൂരി
ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ വന്ന് കയറി. അപ്പോൾ സച്ചുവിന് ആദ്യം ഭയങ്കര പേടിയായിരുന്നു, അവൻ കയറുന്നില്ല എന്ന് പറഞ്ഞിരുന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ച് കയറ്റി കഴിഞ്ഞപ്പോൾ അവൻ്റെ പേടിയൊക്കെ പോയി കേട്ടോ. അവൻ തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കായിരുന്നു അതിൽ നടക്കുമ്പോൾ അങ്ങനെ സ്ലിപ്പാവുന്ന പോലെയൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ തോന്നലാണോ എന്നറിയില്ല. താഴേക്ക് നോക്കി നടക്കുമ്പോൾ തടാറുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ട് നേരെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നില്ല, സുഖമായിട്ട് നടക്കാം. അല്ലാത്തപ്പോൾ താഴേക്ക് ഇങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പോൾ സച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ കൈ പിടിച്ച് ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെ കാണാനൊക്കെ. പിന്നെ ഒത്തിരി ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. പിന്നെ ഇത്രയും ദൂരെ വന്നിട്ട് ഇത്രയേ കാണാനുള്ളൂ എന്നുള്ളൊരു നഷ്ടമായിട്ടൊക്കെ തോന്നാം. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ കാഴ്ചകൾ ഇവിടെ കാണാൻ. പിന്നെ വരുന്ന വഴി റോഡാണെങ്കിലും കുറേ ഭാഗം മോശമാണ് റോഡ്. പിന്നെ ഇത്തിരി മല കയറി വരണം. പിന്നെ മലപ്പുറത്തുനിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്. വരുന്ന വഴിയൊക്കെ ലോറികളുടെ കളിയാണ്, കാരണം ക്വാറികളാണ് കൂടുതലും. വരുന്ന വഴി മൊത്തം ക്വാറികളാണ്. അപ്പോൾ വലിയ വലിയ ലോറികളും ഒക്കെ കാണാം. അപ്പോൾ ഒത്തിരി ദൂരെ നിന്ന് വരുന്നവർ ഈ വീഡിയോ കണ്ട് ഇത്രയൊക്കെ ഉള്ളൂ കാഴ്ചകൾ, അപ്പോൾ ആലോചിച്ചിട്ടൊക്കെ വരിക. പിന്നെ ഇവിടെ അടുത്ത് തന്നെ പെറ്റ്സ് പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടെയൊന്നും നമ്മൾ കയറിയില്ല കേട്ടോ. അങ്ങനെ കുറച്ച് വിട്ട് ഓരോ പാർക്കുകളാണ്. അപ്പോൾ പെറ്റ്സ് പാർക്കിലൊന്നും നമ്മൾ കയറിയില്ല, നമ്മളിവിടെ തന്നെ കയറിയുള്ളൂ. ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ കാഴ്ചകൾ. ഇവിടെ ഓരോന്നിലും കയറണമെങ്കിൽ വേറെ ടിക്കറ്റാണ് കേട്ടോ. അണ്ടർ വാട്ടർ ടണലിൽ കയറാൻ 100 രൂപ. പിന്നെ കുട്ടികളുടെ ഈ കളിക്കുന്ന പാർക്കിൽ കയറണമെങ്കിൽ വേറെ. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ വീഡിയോ എടുത്തു തരാൻ ഒരാളുണ്ട്. ബ്രിഡ്ജിൽ കൂടെ നടക്കുന്ന വീഡിയോ അവരെടുത്തു തരാം. അതിന് 100 രൂപയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.